കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ട്രെയിൻ യാത്രയ്ക്കിടെയുണ്ടായ ഒരു അനുഭവം പറയാം. ഞങ്ങൾ യാത്ര ചെയ്യുന്ന അതേ കമ്പാർട്ട്മെൻറ്റിൽ ഏതാണ്ട് 19നും 22 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള കോയമ്പത്തൂർ ഒരു കോളേജിൽ ബിഫാം പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന ഒരു സംഘം കുട്ടികളുണ്ടായിരുന്നു. പാട്ടും തമാശയൊക്കെ അവർ ആ യാത്ര നന്നായി ആസ്വദിക്കുന്നത് കണ്ട് ഞങ്ങൾക്ക് സന്തോഷം തോന്നി. പക്ഷേ ഏറെ താമസിയാതെ മറ്റൊരു കാര്യം ആ സന്തോഷത്തിനെ ഇല്ലാതാക്കി. അവർ അവരുടെ കയ്യിലിരിക്കുന്ന ബ്ലൂടൂത്ത് സ്പീക്കറിൽ ഉറക്കെ പാട്ട് വയ്ക്കും. അതിൻ്റെ ഒപ്പം അവരും പാടും. ചെയർക്കാറായിരുന്നുകൊണ്ട് ആ കമ്പാർട്ട്മെൻറ്റിൽ പ്രായമുള്ള കുറേ മനുഷ്യരുണ്ടായിരുന്നു. പ്രതിയെ ഒന്ന് മയങ്ങാൻ തുടങ്ങുമ്പോൾ ഈ സ്പീക്കറിലെ ഹാർഡ് റിതം അവരെ ഉണർത്തും. ഏതോ എക്സാമിന് പോകുന്ന ഒരു കുട്ടി എത്ര നേരം ടെക്സ്റ്റ് ബുക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഇവരുടെ ഈ പാട്ട് കാരണം അത് സാധിക്കുന്നില്ലായിരുന്നു. വായിക്കാൻ കയ്യിലെടുത്തിരുന്ന ഒരു പുസ്തകം വായിക്കാനാകാതെ ഏതാണ്ട് ഞാനും അസ്വസ്ഥനായി. നേരെ അവരിരിക്കുന്നിടത്ത് എന്ന് അവരെ ഒന്ന് പരിചയപ്പെട്ടു. എന്നിട്ട് ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, മോനെ പറയുമ്പോൾ തന്തവയെ പഠിക്കാൻ ചാൻസ് ഉള്ളൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അതിൻ്റെ സെലിബ്രേഷനൊക്കെ സൂപ്പറാണ്, പക്ഷേ ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ഇത് നല്ല ബോറല്ലേ? ഇതിൽ കുറേ മനുഷ്യരില്ലേ, പല സാഹചര്യങ്ങളിലുള്ള. ഈ ചേട്ടനും ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുകയാണ്. ചേട്ടൻ്റെ കൂട്ടുകാർക്ക് നിങ്ങളുടെ അതേ പ്രായമാണ്. സോ ആ വൈബ് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇനി ഈ ബ്ലൂടൂത്ത് സ്പീക്കറിൽ സൗണ്ട് കേട്ടാൽ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യും. പിന്നീട് ആ ബ്ലൂടൂത്ത് സ്പീക്കർ അവർ ഇറങ്ങുന്നതുവരെ പ്രവർത്തിച്ചില്ല. കുറേ മനുഷ്യരുള്ള ട്രെയിൻ പോലെ ഒരു പബ്ലിക് സ്പേസിൽ മറ്റുള്ളവരെ പറ്റി ഒരു കരുതലും ഇല്ലാതെ ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ടും കേട്ടിരിക്കാൻ 20-22 വയസ്സുള്ള വിദ്യാഭ്യാസമുള്ള ഒരു പറ്റം ചെറുപ്പക്കാർക്ക് ഒരു മടിയും തോന്നാത്തത് എന്തുകൊണ്ടാകും? അതേ കാരണത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാവില്ലേ ഈ കൂട്ടുകാരൻ്റെ മുഖം ക്ലോസറ്റിൽ വെച്ച് ഫ്ലഷ് ചെയ്തപ്പോഴും ഒരുവനെ അവൻ്റെ നിറത്തിൻ്റെ പേരിൽ അവൻ്റെ ആത്മാഭിമാനം വ്രണപ്പെടുന്നവ വരെ കളിയാക്കിയപ്പോഴും ഒക്കെ സംഭവിച്ചിട്ടുണ്ടാകുക. അവർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ലെങ്കിൽ അവർക്കത് ദേഷ്യമാണ്. ഞങ്ങളെപ്പോലും ഉപദ്രവിക്കുമെന്ന് ഒരമ്മ പറയുന്നത് കേൾക്കുമ്പോൾ. സ്കൂൾ സയൻസ് ഫെസ്റ്റിന് മോൻ എന്താ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഓൺലൈനിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം, നമ്മൾ കൂടുതലങ്ങ് ചെയ്യാൻ പോയാൽ പിന്നെ ഇതുപോലെ ഓരോ പണി വന്നുകൊണ്ടിരിക്കുമെന്ന് അധ്യാപികയായ ഒരമ്മ പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ മോനും കുറേ നാൾ മുന്നേ ഓൺലൈനിൽ എന്തോ പുസ്തകം എഴുതി എന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ എന്താ നോക്കാനുള്ള സമയം കിട്ടിയില്ല എന്ന് ഡ്യൂട്ടി തിരക്കിനെ പറ്റി ചെറുപ്പക്കാരിയും വിദ്യാസമ്പന്നയുമായ മറ്റൊരമ്മ പറയുന്നത് കേൾക്കുമ്പോൾ ഈ ജെൻസി തലമുറ എന്താ ഇങ്ങനെ എന്ന ചർച്ച ക്രൈം സിനിമകളിലേക്കും ഡ്രഗ്സിലേക്കും മാത്രം ഒതുക്കുന്നത് നമുക്ക് ഒരുതരം രക്ഷപ്പെടലല്ലേ എന്ന തോന്നലിൽ നിന്നാണ് ഇന്നത്തെ ഈ വീഡിയോ. നമ്മൾ മറന്നു പോകുന്നതോ സൗകര്യപൂർവ്വം പറയാതെ ഇരിക്കുന്നതായ 6 പോയിന്റുകൾ ഞങ്ങളിന്ന് മുന്നോട്ട് വയ്ക്കുകയാണ്. പറയുന്ന കാര്യങ്ങളെ വ്യക്തമാക്കുന്ന പഠനങ്ങളുടെ റെഫറൻസുകൾ കൂടി നൽകി പോകുന്നതുകൊണ്ട് വീഡിയോ ലെങ്ത് ഇത്തിരി കൂടുതലാണ്. പക്ഷേ ഇത്രയും ടൈമുള്ള വീഡിയോ ഒക്കെ ആര് കാണാനെന്ന് ചിന്തിച്ച് പാതി കണ്ട് നിർത്തിയിട്ട് പുതിയ തലമുറയ്ക്ക് നഷ്ടപ്പെടുന്ന ഏകാഗ്രതയും ക്ഷമയോടെ കേട്ടിരിക്കാനുള്ള വിമുഖതയും പറ്റിയൊക്കെ ആശങ്കപ്പെടാനുള്ള നമ്മുടെ ധാർമ്മിക ധൈര്യത്തെപ്പറ്റി ഓർത്ത് നമുക്കൊന്ന് ചിരിക്കാനൂടി ഈ വീഡിയോ അവസരം നൽകുന്നുണ്ട്. സിനിമകൾ എങ്ങനെ ഒരാളെ സ്വാധീനിക്കുമെന്ന് ഏതാണ്ട് 1 വർഷം മുമ്പ് ഞങ്ങൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തതായതുകൊണ്ട് ഇതിലേക്ക് വീണ്ടും കടക്കുന്നില്ല. ഒന്നാമതായി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഈ അവനവൻ മുഖ്യം എന്ന മനോഭാവമാണ്. എത്രയും പ്രിയപ്പെട്ട എന്നോട് ഈയിടെ വളരെ ട്രെൻഡായൊരു പുസ്തകമാണ്. ഞാനും വായിച്ചിരുന്നു. സെൽഫ് ലവ് ആണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന തീം. അവനവനെ സ്നേഹിക്കുക എന്നതൊരു മോശം കാര്യമൊന്നുമില്ല. പക്ഷേ സാഹിത്യ ചർച്ചകളിൽ തുടങ്ങി റീച്ച് കിട്ടുക എന്ന ഉദ്ദേശത്തോടെ മാത്രം തയ്യാറാക്കുന്ന റീലുകളിലൂടെയൊക്കെ ഈ സെൽഫ് ലവ് എന്നത് സെൽഫ് ഒൺലി ലവ് എന്നതിലേക്ക് മാറി മറ്റുള്ളവർ എന്നതിലേക്ക് ഒരു പരിഗണനയുമില്ലാതെ അവനവൻ്റെ കാര്യം മാത്രം എന്നതിലേക്ക് ഒരുതരം നാർസിസ്റ്റിക് മനോഭാവത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതിൻ്റെ തെളിവ് ഇപ്പോൾ റോഡിലിറങ്ങിയാൽ വണ്ടിയുമായിട്ടിറങ്ങിയാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. മറ്റുള്ളവർക്കായി നഷ്ടങ്ങൾ സഹിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ ഇല്ലേ പഴയ സിനിമകളിലേക്ക്, വാത്സല്യം, മമ്മൂട്ടിയൊക്കെ, ഇപ്പോൾ അതൊക്കെ ഒരു ട്രോൾ പീസാണ്. മറ്റുള്ളവരോട് ഒരു എമ്പതി, സഹാനുഭൂതി ഇല്ലാതെ നിസ്സംഗരാകുന്ന ഒരുവന് കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത കാണിക്കാൻ ഒരു മടിയും ഉണ്ടാകില്ലെന്ന് സോഷ്യൽ സൈക്കോളജിസ്റ്റായ ദാനിയൽ സി ബോസ്റ്റൺ മുന്നോട്ട് വയ്ക്കുന്ന എമ്പതി ആൾട്രീം ഹൈപ്പോത്തസിസ് വിശദമാക്കുന്നുണ്ട്. രണ്ടാമതായി മാറ്റിവെക്കപ്പെടുന്ന മതമാണ്. മതങ്ങളിൽ നിന്ന് ഒരുവൻ നേടുന്ന മൂല്യങ്ങൾ മനുഷ്യൻ്റെ ഉള്ളിലെ മൃഗതൃഷ്ണകളെ അതിജീവിക്കാൻ അവനെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. എന്നാൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ എത്തീസം ഏറ്റവും പേഴ്സണൽ സ്പേസിലേക്ക് എത്തുകയും രവിചന്ദ്രൻ, മൈത്രേയൻ തുടങ്ങിയ സ്വാധീനങ്ങളൊക്കെ തഗ് ലൈഫുകളായി കടന്നു വരികയും ചെയ്ത അതേ സമയത്ത് തന്നെ മതങ്ങൾ അതിനുള്ളിലെ അന്തഛിദ്രങ്ങളാൽ ഈ യങ്സ്റ്റേഴ്സിനെ അവരുടെ ഉള്ളിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. ഇവർ ഈ പറയുന്ന സ്നേഹവും ക്ഷമയും ഒന്നും ഇവർ ജീവിക്കുന്നില്ലല്ലോ എന്നൊരു തോന്നൽ ഈ കുഞ്ഞുങ്ങളുടെ ഇടയിൽ മനസ്സിലുണ്ടാക്കിയിട്ടുണ്ട്. ദൈവത്തെ മാറ്റിവെക്കുമ്പോൾ കിട്ടുന്ന മനസാക്ഷി കുത്തില്ലാത്ത കുറ്റബോധമാണ് ആ സ്വാതന്ത്ര്യമാണ് പ്രലോഭിപ്പിക്കുന്നത് എന്ന് പറയാതെ അവർ ഈ സയൻറ്റിഫിക് ടെമ്പർ എന്ന വാക്കിൽ കയറി പിടിച്ചു. എങ്ങോട്ട് തിരിഞ്ഞെന്ന് കുർബാന ചൊല്ലണമെന്ന തർക്കം മുതൽ ആളെ കൂട്ടാൻ സ്റ്റേജ് ചെയ്ത അത്ഭുത പ്രവർത്തനങ്ങൾ വരെ അവനെ ഇങ്ങനെ മതത്തിൽ നിന്നും കുറേയൊക്കെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളഞ്ഞു. കുറച്ചുപേർ ഐ ആം സ്പിരിച്വൽ ബട്ട് നോട്ട് റിലീജിയസ് എന്നതിലേക്കൊക്കെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തു. വീടുകളിൽ പോലും ഇല്ലാതാകുന്ന കുടുംബ പ്രാർത്ഥനകളും ആത്മീയ അനുഷ്ഠാനങ്ങളിലെ വിമുഖതയും ഒക്കെ അവൻ്റെ ഉള്ളിലൊരു വാക്വം സൃഷ്ടിച്ചു. അവൻ വീണുപോയ കെട്ട കാര്യങ്ങളിൽ നിന്ന് അവനെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ചിരുന്ന, അവൻ്റെ നന്മയെ പ്രചോദിപ്പിച്ചിരുന്ന
നിരാശകൾക്ക് പകരം പ്രതീക്ഷകൾ നൽകിയിരുന്ന ഒരു വിശുദ്ധ ദിന ആചരണമോ കുംഭസാരക്കൂടോ ഒക്കെ വേണ്ടെന്ന് വെക്കാൻ പ്രചോദിപ്പിച്ചവർ മറന്നുപോയ ഒരു കാര്യമുണ്ട്. മനുഷ്യനൊരു സ്പിരിച്വൽ കോഷ്യൻ്റ് ഉണ്ടെന്നുള്ളത്. സോഷ്യോളജിസ്റ്റ് എമിലി ഡുർഖെയിം തൻ്റെ അനോമി തിയറി മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. പരമ്പരാഗത മൂല്യങ്ങൾ അസ്വീകാര്യമാകുന്ന ഒരു സമൂഹത്തിൽ ഒരു നോംലെസ്നെസ്, വ്യവസ്ഥയില്ലായ്മ ഡെവലപ്പ് ചെയ്യുകയും അവിടെയുള്ള മനുഷ്യർ ഒരു അനോമി, എ ഫീലിംഗ് ഓഫ് ഡിസ്കണക്ഷൻ, ഈ മറ്റുള്ളവരുമായി ഒരു മീനിങ് ഫുൾ കണക്ഷൻ ഇല്ല എന്ന തോന്നലിലൊക്കെ എത്തുകയും ചെയ്യുന്നു. ഇത് കുറ്റകൃത്യങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കുന്നുണ്ട്. മതപരമായ തർക്കങ്ങളോ നിരീശ്വരവാദമോ ധാർമ്മിക അനിശ്ചിതത്വത്തിന് കാരണമാകുന്ന സമൂഹങ്ങളിൽ ചില ചെറുപ്പക്കാരെങ്കിലും അക്രമത്തിലേക്ക്, സാമൂഹിക വിരുദ്ധ സ്വഭാവത്തിലേക്കൊക്കെ ഈ കാരണത്താൽ തിരിഞ്ഞേക്കാം. ലിയോ ടോൾസ്റ്റോയ് തൻ്റെ മകൾക്ക് എഴുതുന്ന ഒരു കത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: വെൻ വൺ ഡിസ്കാർഡ്സ് എ ബിലീഫ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റീപ്ലേസ് ഇറ്റ് വിത്ത് അനദർ റാദർ ദാൻ ലീവിങ് എ വോയിഡ്. ജീവിതത്തിന് പ്രത്യേക അർത്ഥമോ പർപ്പസോ ഒന്നും ഇല്ല എന്ന് വാദിക്കുന്ന നിഹിലിസം, മൊറാലിറ്റി ഈസ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ഒപ്പീനിയൻ എന്ന് പറയുന്ന മോറൽ റിലേറ്റീവ്സും എല്ലാം ഒരു സമൂഹത്തിലെ ചെറുപ്പക്കാരെ തെളിവിടുന്ന ശൂന്യതാബോധത്തിൻ്റെ, അതിൽ നിന്നുളവാകുന്ന അക്രമ സ്വഭാവത്തിൻ്റെ ഒക്കെ തെളിവുകൾ ചരിത്രത്തിൽ തന്നെ ധാരാളമുണ്ട്. മൂന്നാമതായി വിളമ്പി നൽകുന്ന വെറുപ്പാണ്. അപരൻ എന്ന സത്വത്തെ രൂപപ്പെടുത്തി നേട്ടം കൊയ്യാൻ തയ്യാറാക്കപ്പെട്ട പ്രൊജക്റ്റിൻ്റെ ഭാഗമായി മത, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ നിന്ന് പുറപ്പെടുന്ന അപരവിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ എത്ര കണ്ടൻ്റാണ് സാമൂഹിക രാഷ്ട്രീയ ചുറ്റുപാടുകളെ ഇത്തിരി നിരീക്ഷിക്കുന്ന ഒരു മലയാളി ഒരു ദിവസം കാണുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ 2008 പ്രസിദ്ധീകരിച്ച ന്യൂറോ സയൻസ് ഓഫ് ഹെയ്റ്റ് എന്ന പ്രബന്ധത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ബ്രെയിൻ സ്കാൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് വിത്ത് സ്ട്രോങ് ഐഡിയോളജിക്കൽ ഹേറ്റഡ് ഷോഡ് ആക്ടിവേഷൻ ഇൻ ഏരിയാസ് റിലേറ്റഡ് ടു അഗ്രഷൻ ആൻഡ് ലാക്ക് ഓഫ് എമ്പതി. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി നമ്മൾ ഈ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ, കിട്ടുന്ന വേദികളിലെല്ലാം അപരവിദ്വേഷം വിളമ്പുമ്പോൾ അത് കേട്ട് തലപെരുത്തിരിക്കുന്നവൻ്റെ ഡൈവേർട്ടഡ് അഗ്രഷൻ നമ്മളിലേക്ക് തന്നെ തിരിയാമെന്ന് ഇടയ്ക്ക് ഓർമ്മിക്കുന്നത് നല്ലതാണ്. നാലാമതായി ബഹുമാനിക്കാൻ തോന്നാത്ത മുതിർന്നവരാണ്. 2022 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി അവരുടെ കൾച്ചറൽ എക്സ്പാൻഷൻ വേഴ്സസ് ജനറേഷണൽ ഗ്യാപ്പ് എന്ന റിസർച്ചിൽ കണ്ടെത്തിയൊരു കാര്യമുണ്ട്. ആഗോള മാധ്യമങ്ങളോടും ആശയങ്ങളോടുമുള്ള യുവാക്കളുടെ എക്സ്പോഷർ മൂലം പല മുതിർന്നവരും കാലഹരണപ്പെട്ടതായി യുവാക്കൾക്ക് തോന്നുന്നു. ഇത് മുതിർന്നവരോടുള്ള ബഹുമാനത്തിൻ്റെ കുറവിലേക്കും യുവാക്കളുടെ ധിക്കാരപരവും ആക്രമണാത്മകവുമായ പെരുമാറ്റങ്ങൾ വർദ്ധിക്കുന്നതിലേക്കും നയിക്കുന്നു. അറിവിൻ്റെ, ബോധ്യങ്ങളുടെ, നിലപാടുകളുടെ ആഴങ്ങൾ കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയിരുന്ന കുറേ മനുഷ്യരുണ്ടായിരുന്നു അല്ലേ? നമ്മളിൽ നല്ല സ്വാധീനം ചെലുത്തിയിരുന്ന മനുഷ്യർ. ഞാനിങ്ങനെ പറയുമ്പോൾ ചില അധ്യാപകരെയൊക്കെ ഓർമ്മ വരുന്നില്ലേ? എന്നാൽ ഇന്ന് അങ്ങനെ യുവത്വത്തെ അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യരൊക്കെ എവിടെ പോയി എന്ന് ചിലപ്പോഴെങ്കിലും നമുക്ക് അത്ഭുതം തോന്നാറില്ലേ? അധ്യാപനം പോലെ ഫോർമേഷൻ നൽകാൻ സാധ്യതയുള്ള ഈ പ്രൊഫഷനിലൊക്കെ വ്യാപരിക്കുന്ന മനുഷ്യർ പോലും അവരുടെ യോഗ്യതാ പരീക്ഷ പാസ്സാകുന്ന അന്ന് ഈ സ്വയം വളർത്തലെന്നത്, സമ്പാദ്യം വളർത്തലെന്നതിലേക്ക് മാത്രമായി ഒതുക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ യുവതലമുറയോട് ഇടപെടുന്ന പല ഭാഷാ അധ്യാപകരും നമ്മൾ ഈ സാധാരണക്കാർ വായിക്കുന്നത്രയും പോലും പുതിയ കൃതികൾ വായിച്ചിട്ടില്ലെന്ന്, ശാസ്ത്ര സാങ്കേതിക ലോകത്തെ മാറ്റങ്ങളെ അറിയാൻ ശ്രമിക്കുന്നു പോലുമില്ലെന്ന് മനസ്സിലായ ചില അനുഭവങ്ങൾ ഏറെ അകലല്ലാതെ എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. അറിവ് കൊണ്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന മനുഷ്യരെ, മാതൃകയാക്കാൻ തക്ക ജീവിത നിലപാടുകളുള്ള മനുഷ്യരെ നന്നായി നമുക്കൊക്കെ മിസ് ചെയ്യുന്നില്ലേ? നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററികളിലൂടെയും ലോക സിനിമകളിലൂടെയൊക്കെ അവൻ്റെ ലോകത്തെ വിശാലമാക്കിയപ്പോൾ സിലബസിൻ്റെ അപ്പുറത്തേക്ക് വളരാത്ത മുതിർന്നവരിൽ അവർക്ക് ജീവിക്കുന്ന ഹീറോസിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ജീവിത അനുഭവങ്ങളുണ്ട് ഞങ്ങൾക്കെന്ന് നമ്മൾ ഈ മുതിർന്നവർ നൽകുന്ന അവർ എടുത്തു പറയുന്ന പ്രിവിലേജിനെ അവർ ജീവിക്കുന്ന കാലവുമായി മാച്ച് ചെയ്യുന്നില്ല എന്നൊരൊറ്റ കാരണത്താൽ അവൻ തന്ത വൈബ് എന്ന കള്ളിയിലൊതുക്കി മാറ്റി നിർത്തുന്നതും നമുക്കറിയാമല്ലോ. 2018 യൂത്ത് മെൻറ്റർഷിപ്പിനെ കുറിച്ച് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ സ്ട്രോങ് മെൻറ്റർ റിലേഷൻഷിപ്പുള്ള കുട്ടികളിൽ അഗ്രഷൻ ലെവൽ താഴ്ന്നു നിൽക്കുന്നതായും വൈകാരിക പക്വത ഉയർന്നു നിൽക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു നല്ല മെൻറ്റർ റിലേഷൻഷിപ്പ് ഇല്ലാത്തവർ അക്രമാസക്തമായ അല്ലെങ്കിൽ കുറ്റകരമായ പെരുമാറ്റങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യത ഇരട്ടിയാണ്. അക്കാദമിക തലത്തിനപ്പുറം മുതിർന്നവർ യുവാക്കളുമായി എൻഗേജ് ചെയ്യാത്ത കമ്മ്യൂണിറ്റികളിൽ യുവാക്കൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസിലേക്കും പൊളിറ്റിക്കൽ എക്സ്ട്രീമിസത്തിലേക്കും ഒക്കെ തിരിയുന്നു എന്ന് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി നടത്തിയ റോൾ മോഡൽസ് ആൻഡ് ക്രൈം എന്ന പഠനത്തിൽ പറയുന്നു. അഞ്ചാമതായി ഡാൻസിൽ ഒതുങ്ങുന്ന സൃഷ്ടിപരതയാണ്. എങ്ങും എവിടെയും സിനിമാറ്റിക് ഡാൻസ് മാത്രമാണ്. കണ്ണഞ്ചിക്കുന്ന DJ ലൈറ്റുകളുമായി അഡ്രിനാലിൻ ഫ്ലോ ഉണ്ടാക്കുന്ന DJകളിലേക്ക് മാത്രമായി നമ്മുടെ സ്കൂൾ ആനിവേഴ്സറികളും യൂത്ത് ക്യാമ്പുകളും ക്യാമ്പസ് ആഘോഷങ്ങളും ഒക്കെ ചുരുങ്ങിപ്പോയത് കാണുമ്പോൾ സത്യത്തിൽ സങ്കടമുണ്ട്. 4ാം ക്ലാസ്സിൽ ശ്രീബുദ്ധൻ്റെ ജീവിതവും 9ാം ക്ലാസ്സിൽ ഷെർലക് ഹോംസ് വായിച്ച ആവേശത്തിൽ സ്വയം സംവിധാനം ചെയ്ത് ക്ലാസ്സിൽ അവതരിപ്പിച്ച് നല്ല കൂവൽ കിട്ടിയ 100 Hours എന്ന നോവലും ഈ അളിയൻ വന്നത് നന്നായി എന്ന തോപ്പിൽ ഭാസി കഥയും ഒക്കെ അവതരിപ്പിക്കാൻ വേദി കിട്ടിയിരുന്നത് സ്കൂൾ ആനിവേഴ്സറികളിലായിരുന്നു. ക്യാമ്പുകളിൽ വാർത്താ അവലോകനങ്ങൾ, സിനിമാ ചർച്ചകൾ, ഡിബേറ്റുകൾ,
60 സെക്കൻഡ് ഷോർട്സ് മുഴുവൻ കാണാൻ അറ്റൻഷൻ സ്പാൻ ഇല്ലാത്തവരുടെ മുന്നിലേക്ക് ഇതൊക്കെ അങ്ങ് ചെന്നാൽ മതി എന്നാണോ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചേ? എങ്കിൽ നമ്മൾ ഈ അടുത്തുള്ള ഏതെങ്കിലും ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഒന്ന് പോയി നോക്കണം. അവിടെ നിങ്ങൾക്ക് കാണാം ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരു പറ്റം യുവത്വത്തെ. കണ്ണഞ്ചിക്കുന്ന പ്രകാശവും കാതടയ്ക്കുന്ന ശബ്ദവും ഒരുമിച്ചെടുക്കുന്ന ഈ അഡ്രിനാലിൻ ഫ്ലോയ്ക്ക് അപ്പുറത്തേക്ക് ആഴമുള്ള എന്തിലേക്കെങ്കിലും കൂടെ ഒഴുകാൻ ചാല് വെട്ടാനുള്ള കടമ, ഈ പങ്കാളിത്തത്തിൻ്റെ എണ്ണം എന്ന വിജയസൂത്രവാക്യത്തിൽ നമ്മൾ മറന്നുപോയിട്ട് കാലം കുറയായില്ലേ? 6ാമതായി ദുർമാതൃകയാകുന്ന മുതിർന്നവരാണ്. ഈ റോഡിൽ അഗ്രസീവ് ആകുന്ന, ഹോൺ അടിച്ച് ഇറിറ്റേറ്റ് ചെയ്യുന്ന, ഓവർടേക്ക് ചെയ്യുന്നവനെ കയറ്റിവിടാതെ നടുവിരൽ നമസ്കാരം ചെയ്യുന്നവർ ഈ യൂത്തന്മാർ മാത്രമൊന്നുമല്ല കേട്ടോ. ട്രെയിനിൽ അടുത്തിരിക്കുന്നവരെക്കുറിച്ച് ഒരു പരിഗണനയില്ലാതെ ഹെഡ്ഫോൺ ഉപയോഗിക്കാതെ യൂട്യൂബ് കണ്ടിരിക്കുന്നവരെല്ലാം യൂത്തന്മാരല്ല. ട്രെയിനിലോ ബസ്സിലോ ഉള്ള യാത്രയിൽ എവിടെയെങ്കിലും ഫോൺ നോക്കാതെ ഒരു പുസ്തകം വായിക്കുന്ന ഒരു മുതിർന്ന മനുഷ്യനെ കണ്ടിട്ട് എത്ര നാളായി? എൻ്റെ ചെറുക്കനെ അടിക്കാൻ ടീച്ചറിന് ആരാ അധികാരം തന്നെയെന്ന് ടീച്ചറിനോട് തട്ടിക്കേറി ടീച്ചറിൻ്റെ പേരിൽ കേസ് കൊടുക്കുമ്പോൾ കിട്ടുന്ന സാലറി മേടിച്ച് വീട്ടിൽ പോകുന്നതല്ലേ നല്ലത്? ഇവനൊക്കെ ഏതെങ്കിലും വഴിയെ പോട്ടെ എന്നൊരു അധ്യാപകൻ നിലപാടെടുക്കുമ്പോൾ ഒരു കുട്ടിയെ ഫോം ചെയ്യുക എന്നൊരു ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്തിരിയുന്ന അധ്യാപകരെ സൃഷ്ടിച്ചതിലും നമ്മൾ ഈ മുതിർന്നവർക്കൊരു പങ്കില്ലേ? ചർച്ചകൾ നടക്കട്ടെ. എങ്ങും എത്താതെ പോകുന്നെന്നോ ചർച്ചകൾ കൊണ്ടൊരു കാര്യവുമില്ലെന്നോ ഒന്നും പറയണ്ട. ഒരു സമൂഹത്തിൽ ക്രിയാത്മകമായ ഇടപെടൽ നടത്താൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ചെറുതും ആദ്യത്തേതുമായ കാര്യം അതിനെപ്പറ്റി ചർച്ച ചെയ്യുക എന്നത് തന്നെയല്ലേ?